നല്ല ഭൂരിപക്ഷം ജയിക്കും. ഭൂരിപക്ഷത്തോടെ ജയിക്കും. അതിൽ ഒരു സംശയവുമില്ല. 100% ഉറപ്പ്. 100% ഉറപ്പ് തന്നെ വിജയിക്കും. അപ്പോൾ ആശംസ നേരെയാണ്. നേരെയാണ്. ആശംസ നേരെ പ്രാർത്ഥിക്കാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കാഞ്ഞിരപ്പാറ വാർഡിന് വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ അയ്യപ്പദാസാണ് സ്ഥാനാർത്ഥി. അയ്യപ്പദാസ് നമുക്കിപ്പോ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ വോട്ടർമാരെ നേരിട്ട് കാണുന്നത്, അവിടുത്തെ പ്രവർത്തകർ നേരിട്ട് ഓരോ വീട്ടിൽ പോയി വോട്ടഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് എടുത്തതാണ്. വലിയ ആവേശമുണ്ട്. കാരണം വലിയ തരത്തിൽ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി. നമ്മൾ വെറുതെ പറയുകയല്ല. ഓരോ വീട് കയറുമ്പോൾ അമ്മമാരൊക്കെ അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ അയ്യപ്പദാസിനെ അയ്യപ്പേട്ടനെ വിളിക്കുന്നു, സ്നേഹത്തോടെ അനുഗ്രഹം നൽകുന്നു, വിജയിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ കാഞ്ഞിരപ്പാറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടുത്തെ വികസന മുരടിപ്പ്, വൈദ്യുതി വിളക്കുകൾ കത്തുന്നില്ല, റോഡുകളൊന്നും ഗതാഗത യോഗ്യമല്ല, വലിയ തരത്തിലുള്ള പരാതികളുണ്ട്. ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞാണ് അവര് പോണത്. അതൊന്നും ഈ ഇടയ്ക്ക് 4 ദിവസം ഇവിടെ വെള്ളമില്ലാതെ അന്ന് കൗൺസിലറുടെ ഇതിൽ വെള്ളം വന്നു. അന്ന് ഒന്ന് കൂട്ടുന്ന ആൾക്കാരിങ്ങനെ പിടിച്ചു നിർത്തി ഇവിടെ വെള്ളത്തെങ്ങുന്നു. അപ്പൊ അതിലുള്ള ഒരു പയ്യ ഓടിക്കൊണ്ടു ഇവിടെ വെള്ളം തരാൻ പറ്റില്ല. കൗൺസിലർ ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നതാണ് വെള്ളം. നിങ്ങളെ MLA വിളിച്ച് വെള്ളം വാങ്ങിയിരുന്നു. BJPയുടെ കൗൺസിലർ അല്ലേ? BJPയുടെ കൗൺസിലറാണ് നിൽക്കണം. പിന്നെ ഈ റോഡ് കണ്ട അത്രയും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ആരോട് പറയാം, ഇവിടെ ഒത്തിരി പ്രവാസി ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞതാണ്. അത് വന്നില്ല എന്നാണ് പയ്യന്മാരൊന്നും പറയുന്നത്. അവര് വരും. ഇവിടെ കുറെ വേസ്റ്റ് വന്ന് ആരോ കൊണ്ട് ഇറങ്ങിയിട്ട് പോയ വഴിക്ക് വീണതായിരിക്കും പോലീസ് വന്നു. നമ്മൾ വിളിച്ചോണ്ട് പോലീസൊക്കെ വന്ന് എല്ലാം വന്നു. അവര് പോലീസ് വന്ന് കൗൺസിലറെ വിളിക്കാം. അപ്പൊ മോൾ അപ്പുറത്ത് നിന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും അവരെ വിളിച്ചാണ്, എടുത്തിട്ടില്ല. അപ്പൊ ഈ പിള്ളേരെടുത്ത് അവർ പറഞ്ഞു അത് അവര് വല്ല ഇതിലിരുന്നതായിരിക്കും, കമ്മിറ്റിയിലൊക്കെ ഇരുന്നാണോ എന്നാണ് അവര് പറയാം. തിരിച്ചും വിളിച്ചില്ല. അവര് വന്ന് പോലും നോക്കി. പിറ്റേന്ന് പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും തൂക്കി, ഇവിടുത്തെ ചേട്ടൻ നമുക്കൂടെ തൂക്ക് അവിടെ കൊണ്ട് വെച്ചപ്പോ പിന്നെ അവര് വന്നതിന്റെ കോർപ്പറേഷൻകാരെ പറഞ്ഞതുകൊണ്ട് അവരെടുത്തോളും. നമുക്ക് ഇനി വരണ ഏത് കൗൺസിലറായാലും ശരി, തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും LDF നമ്മൾ ജയിച്ച് കൗൺസിലറായാലും ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടുത്തെ റോഡിലുള്ള സ്ഥിതി വളരെ മോശമാണ്. കാരണം ഈ പറഞ്ഞ പോലെ തെരുവുകളൊക്കെ ഈ തെരുവുകളൊക്കെ കുറ്റ കൂരിട്ടാണ് ഈ ഭാഗത്തൊക്കെ. പട്ടിശല്യമുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ആൾക്കാർക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുന്നതിനുള്ള വളരെയധികം ബുദ്ധിമുട്ടുള്ള ഏരിയയും കൂടിയാണ്. അതാണ് ജനങ്ങൾ പോകുമ്പോ വോട്ടർമാരുടെ നേരിട്ട് പറയുക. അതെ 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 അതെ. ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 5-5:30 മണിയാകുമ്പോ പള്ളിയിൽ പോകണം. ഒത്തിരി പേരുള്ളൂ ഈ അപ്പത്തെ പള്ളിയിൽ. അവരെല്ലാം പറയും ചേച്ചി നമ്മൾ വെളുപ്പിനൊന്നും ഇവിടെ ലൈറ്റ് ഇട്ടേരാക്കൂല. എന്നാലും ഞാൻ സദ്യ കഴിഞ്ഞാൽ ഇവിടെ ഇടും, രാത്രി വരെ ലൈറ്റ് ഇട്ടേക്കും. ഒരുപാട് പ്രോജക്റ്റുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൗൺസിലർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും നമ്മളോട് പറഞ്ഞിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഇനിയെങ്കിലും അത് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 100% മാറും. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ റോഡ് കഴിഞ്ഞ കൗൺസിലറുടെ കാലത്ത് മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് അനുവദിച്ചതാണ്. കാഞ്ഞിരപ്പാറ രവിയുടെ കാലത്ത് തന്നെയാണ് ഈ റോഡ് ചെയ്തത്. പക്ഷേ ഈ അനുവദിച്ച ഫണ്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ വാർഡ് കൗൺസിൽ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഇവിടെ വന്ന് നാട്ടുകാർ ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങളെ RSR ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചത്. ഇവിടെ നിന്ന് പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങി വന്ന ഒരു കാര്യങ്ങളൊക്കെ പറയും. ഈ അവസാനം MLA അടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട് MLA ഫണ്ട് തരാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് MLAയുടെ ഫണ്ട് കിട്ടുമെന്നും ഈ റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ മഴ പെയ്താൽ വെള്ളം വേണം. അങ്ങനെ പിഴിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണ്. ലൈറ്റുകൾ എത്തിക്കുന്നത് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിലെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നത്, ഇപ്പോൾ BKP നഗരം എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്. അവിടെ നമുക്ക് കൂടുതലും ഹരിജനങ്ങൾ താമസിക്കുന്നത്. അവർക്കത് ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാന നവീകരണത്തിന് വേണ്ടി എത്ര പ്രാവശ്യം ഇവരെ സമീപിച്ചെന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. തിരിഞ്ഞു നോക്കത്തില്ല. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തു എന്ന് അവർക്ക് വിശ്വാസമുള്ള മേഖലകളിൽ മാത്രമുള്ള വിവേചനപരമായ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ഞിരപ്പാറ വാർഡ് നേരിട്ടത്. അത് മാറ്റാനായിട്ട് നാട്ടുകാരനായ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പദാസ് വൻ ഭൂരിപക്ഷത്തെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്.
BJP ഭരിക്കുന്ന സിറ്റിംഗ് സീറ്റുകളിലെല്ലാം വലിയ തരത്തിലുള്ള ജനരോഷമുണ്ട്. ആ ജനരോഷമുള്ള കാഞ്ഞിരപ്പാറ വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയാണ് അയ്യപ്പദാസ്. അയ്യപ്പദാസിനൊപ്പം വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ നിരയുണ്ട്. ആ ആവേശത്തിനൊപ്പമാണ് കൈരളി ന്യൂസിൽ ചേരുന്നത്. അയ്യപ്പദാസ് നമ്മൾ രാവിലെ വീട് വിടാന്ന് കയറിയപ്പോൾ ഒപ്പം ഏകദേശം ഒരു 10 അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു അയ്യപ്പദാസിന്. അപ്പോൾ നമ്മൾ കണ്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ്. ഒപ്പം തന്നെ വികസന മുരടിപ്പ്, BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. വികസന മുരടിപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ വാർഡിലെ ഒരു പൊതുസ്ഥിതി? പൊതുസ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം BJP കൗൺസിലർ ഇവിടെ നമുക്ക് ജനങ്ങൾക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ LDFന്റെ കൗൺസിലർമാർ എന്നിപ്പോൾ ചെയ്തിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ പുതിയ തരത്തിലുള്ള ഒരു വികസന പദ്ധതിയും അവർ കൊണ്ടുവന്നിട്ടില്ല. ഉള്ള വികസനത്തിൻ്റെ കാര്യങ്ങൾ പോലും നിർജ്ജീവമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം പോലും ഈ കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒരു ജനങ്ങൾ തന്നെ പറയുന്നത്. അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ റോഡ് പിന്നെ നമ്മുടെ തൊഴുവങ്കോട് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്ഥിതി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ളൊരു അവസ്ഥയിലാണ്. കുണ്ടും കുഴിയാണ് അത്രയും. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നല്ല ഒരു മാറ്റം വരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. ഇവിടെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് റോഡ്, അതുപോലെ തന്നെ തെരുവുകളൊക്കെ. അത് തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്തെ മുഴുവൻ പരാതികളും അതാണ്. നമ്മുടെ ഈ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും നമ്മുടെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രവർത്തകർ എല്ലാവരും പിന്നെ പറയുന്നത് ഈ കാര്യമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. ഒരു വീട്ടമ്മ തന്നെ അയ്യപ്പദാസിനോട് രാവിലെ പറയുന്നുണ്ട്, കൗൺസിലറെ 10 തവണ വിളിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ട്. അതിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കൗൺസിലർ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രം പിന്നെ ഒരു രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള വികസനം കൊണ്ടുവരികയും അവിടുത്തെ തെരുവുകളൊക്കെ കത്തിച്ചു കൊടുക്കുകയും അവിടുത്തെ റോഡ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് വാർഡ് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അതിലൊരു മാറ്റം വരണമെങ്കിൽ ഇവിടെ LDFന്റെ കൗൺസിലർ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ 100% എന്നെ വിജയിപ്പിക്കുന്നുള്ള ഒരു വിജയപ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും. തീർച്ചയായും സിന്ധൂരി, നമുക്കൊപ്പം മുൻ കൗൺസിലറുണ്ട്, ഒപ്പം തന്നെ ഇവിടുത്തെ പ്രദേശത്തെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മുൻ കൗൺസിലറെ നേരിട്ടറിയാം. മുമ്പ് സജീവമായി നഗരസഭയിൽ ഇടപെടുകയും വികസന കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പം നമ്മുടെ ഒരു കൗൺസിലറായി വന്നാൽ ജനങ്ങളെ എല്ലാവരെയും കൗൺസിലറാണ്. അവിടെ വ്യക്തി താല്പര്യങ്ങൾ നോക്കരുത്, നമ്മുടെ സ്വന്തം ആളുകളൊന്നും നോക്കരുത്. എല്ലാവരുടെയും ഒരൊറ്റ കണ്ണായി പോകേണ്ടതാണ്. നമ്മുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പം നേരിൽ കാണുന്നതാണ്. അപ്പോൾ ഒരു വീട്ടമ്മ പറഞ്ഞു, കുടിവെള്ളം കൊടുത്തില്ല, കുടിവെള്ളം MLA അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ ജയിച്ചു വന്നാൽ നമ്മളത് ചെയ്യുന്നത് വളരെ ഒരു മോശമായ കാര്യം. അതേപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അവർക്കിഷ്ടപ്പെട്ട മേഖലയിൽ മാത്രം കൊടുക്കുക. കിടപ്പ് രോഗികളുള്ളിടത്ത് പട്ടിണി കൊടുക്കുന്ന അവരാൾക്കാർക്ക് മാത്രം കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മേഖലയിൽ നിന്ന് കാഞ്ഞിരപ്പാറ വാർഡ് നമ്മുടെ കുത്തക സീറ്റായിരുന്നു. ആ സീറ്റ് നമ്മൾ തിരിച്ചു പിടിക്കും, യാതൊരു സംശയമില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി അയ്യപ്പദാസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും സിന്ധൂര് കണ്ടല്ലോ ആവേശം. നമ്മൾ വെറുതെ പറയുകയല്ല, ഒരു സ്ഥലത്ത് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങൾ, നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ജനങ്ങളെല്ലാം സമാനമായ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഈ വാർഡിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പിന്നെ തെരുവുളുക്കൾ കത്താത്തതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവരെ തെരുവ് നായ കടിക്കുന്നു. ഒപ്പം തന്നെ ഈ മാലിന്യ വസ്തുക്കൾ കുന്നുകൂടി കിടക്കുന്നു. കൗൺസിലറെ വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കില്ല. ഒരു വിഭാഗം ജനങ്ങളെ മാത്രം പ്രത്യേകം പരിഗണന നൽകുകയും മറ്റു വിഭാഗത്തെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. കാഞ്ഞിരപ്പാറ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ വാർഡാണ്. ഒരു കയ്യബദ്ധം പറ്റി ജനങ്ങൾ വീണ്ടും തിരിച്ചു ചിന്തിച്ചു തുടങ്ങി എന്നതാണ്. പ്രത്യേകിച്ച് അയ്യപ്പദാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ SFI DYFI രംഗത്തോടെ സജീവമായി, രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഈ പ്രദേശത്തൊക്കെ ഏറ്റവും ജനകീയനായ ഒരാളിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അയ്യപ്പദാസ് രാവിലെ ഓരോ വീടും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം കാണാം. എല്ലാവർക്കും ഈ പ്രദേശത്ത് വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അയ്യപ്പദാസ്. നേരത്തെ
പത്തനംതിട്ടയിൽ നിന്ന് സുജു പങ്കുവച്ചതുപോലെ ആവേശത്തിന്റെ തിരയടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പൊതുചിത്രം വ്യക്തമായി, സ്ഥാനാർത്ഥികൾ ആകെ എത്രയാണെന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പോരാട്ട ചൂട് വളരെ സജീവമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. സാധാരണപ്പെട്ട പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. ഒപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ക്ഷേമ പെൻഷനായി ഞാൻ രാവിലെ തന്നെ സിദ്ധൂരിയോട് പറഞ്ഞതാണ്, 3600 രൂപ 1600 രൂപയുടെ കുടിശ്ശികയും ഒപ്പം തന്നെ സർക്കാർ രണ്ടാമത് വർദ്ധിപ്പിച്ച 2000 രൂപയും, അങ്ങനെ 3600 രൂപയാണ് ജനങ്ങൾക്ക് നേരിട്ട് കയ്യിൽ കിട്ടിയത്. അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഈ കാഞ്ഞിരംപാറയിലെ സ്ഥാനാർത്ഥിക്ക് ഇനിയും അധിക ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവരെ അതിനു മുമ്പ് തന്നെ വീട്ടിൽ പോയി കാണാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം രാവിലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടതാണ്. എല്ലാ പ്രവർത്തകരും ആവേശത്തിലാണ്. നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം തേടാനുള്ള സമയപരിധി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിക്കുന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്.